സത്യം പറഞ്ഞ കുഞ്ഞളിയ ഈ ന്യൂ ഇയർ ആയിട്ട് അളിയന്റെ കൂടെ നിന്ന് വെള്ളമടിക്കാൻ സാധിച്ചത് എനിക്ക് ഭയങ്കര 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 സന്തോഷമുണ്ട്. അമ്മണിക്കുട്ടണ്ണൻ അതെ, എനിക്കൊരു ആഗ്രഹമുണ്ട്, സാധിച്ചു തരുമോ? പാട്ട് പാടണമെന്നായിരിക്കും. അല്ല, എനിക്കൂടെ നിന്റെ കൂടെ ദുബായി വന്നിട്ട് അവിടുത്തെ ബുർജ് ഖലീഫ ഉണ്ടല്ലോ, ബുർജ് ഖലീഫ, അതിന്റെ 101ാമത്തെ നിലയിലിരുന്ന് മാളടിക്കുന്നത് അടിക്കും. സാധിച്ചു തരുമോ? സാധിച്ചു തരുമോ? 101ാമത്തെ നിലയില് 103ാമത്തെ നിലയിൽ നമ്മൾ അടിക്കും. അതിന് മേളോട്ട് പോകണ്ട, ചിലപ്പോൾ വിമാനം തട്ടും മേളിൽ. സത്യം പറഞ്ഞല്ലേ ഇപ്പോഴത്തെ മൂഡിൽ ഒരു പാട്ട് പാടാൻ തോന്നുന്നു. ഞാൻ ആദ്യമേ പാടി. അല്ല, നീ പഠിക്കും, നീ പഠിക്കും. ഞാൻ എന്റെ വായ്ത്താരി ഞാൻ പാടാം. വായ്ത്താരി അതല്ലേ പാടണം? അതെ. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ ഒട്ട് വേണം കുഴൽ വേണം കുരവ വേണം കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ ഒട്ടു വേണം കുര വേണം തിത്തിത്താരോ തിത്തിത്ത് ആ കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കൊയിലാട്ടി തിത്തിത്താരോ കൊട്ട് വേണം കുഴൽ വേണം കുരവ വേണം. കണ്ട എത്ര പ്രാവശ്യം നീ ഇവനോട് പറഞ്ഞു കണ്ടു കേട്ടേ? അപ്പൊ ഇവൻ എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഉണ്ടോ, നിന്നോട് സ്നേഹം ഉണ്ടോ? എങ്കിലും ഇത് ചെയ്യുവോ? നീ എപ്പോഴും പറയല്ലോ മണിക്കുട്ടണ്ണനാണ് എല്ലാം നിന്നെ മനസ്സിലാക്കുന്നത്, മണിക്കുട്ടണ്ണനാണ്. അങ്ങേരും കൂടെ ചേർന്നിരുത്തിയാണ് ഇവനോടാണ് നീ ജീവിക്കാൻ പോണേ, ആണോ? നീയൊന്നും നന്നാവൂല. അളിയന് അങ്ങനൊന്നും പറയേണ്ട കാര്യമില്ല. പിന്നെ ഇത് ന്യൂ ഇയർ ആയിട്ട് ഇച്ചിരി ഞങ്ങള് വെള്ളം അടിച്ചു. അളിയൻ അതുകൊണ്ട് പെങ്ങളെ കെട്ടിച്ചു കൊടുക്കത്തില്ല എന്നൊന്നും പറയേണ്ട കാര്യമില്ല. അല്ല, ഇവന്റെ കൂടെയാണ് കെട്ടിയ ഒരു കള്ളി കൂടിയന്റെ കൂടെ ജീവിച്ചതിന്റെ അനുഭവം ഉണ്ട്. അല്ല, അങ്ങനെ ഇവന് അത്ര സ്നേഹം ഉണ്ടെന്നാണ് ഇവള് പറയുന്നത്. അളിയൻ അങ്ങനെയൊന്നും കൂടുതൽ പറയണ്ട. അവളെ വേറെ കെട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഞാൻ അവനെ വേറെ നല്ല 1-ാം തരം പെങ്കൊച്ചുങ്ങളെ കൊണ്ട് വേണ്ട, നീ ഇവന്റെ കൂടെ ജീവിക്കണ്ട. കണ്ട അവളുടെ മോൻ നോക്ക് നീ, നിന്നെ ഇപ്പോഴും ജീവനെ സ്നേഹിക്കാണ് അവള്. മൂന്ന് നോക്കട്ടെ. ശരിയാണ്. ഇത്രയും കാലം ഞാൻ പറഞ്ഞതുപോലെയല്ല, കേട്ടല്ലോ? ഇനി ഈ ബന്ധം നടക്കൂല, ഇത് വേണ്ട, കേട്ടല്ലോ അണ്ണാ? മണിക്കുട്ടാണാ എടി ചിന്നു, നീ ഇത്രയും പൊട്ടിയായി പോയല്ലോ. ഭയങ്കര തമാശ. എടി, ഇത് ഞങ്ങളെ കഴിച്ചിട്ടില്ല, ഒരു തുള്ളി പോലും കഴിച്ചിട്ടില്ല. അത് നിന്നെ പറ്റിക്കാൻ വേണ്ടി ഞങ്ങൾ എടുത്ത ഒരു നാടകമല്ലേ. അപ്പൊ അതോ? കോളാ. ഇത് വെറും കോള. ഇത് നല്ല 1-ാം തരം കോളാ. നോക്ക് നോക്ക്, ഇച്ചിരി ഒന്ന് കുടിച്ചു നോക്ക്. നീ കുടി, കുടിച്ചു നോക്ക്. അന്ന് പറ്റിയതുപോലെ എന്തെങ്കിലും അന്നും പറ്റില്ല. നീ ഒന്ന് കുടിച്ചു നോക്ക്. ഇച്ചിരി അവക്കൂടെ കൊതി വിടുന്നു അവിടെ ഇരുന്ന്. ബാക്കി അളിയനങ്ങ് പിന്നെ പറ്റിച്ചല്ലേ. പിന്നെ അല്ലാതെ നിനക്ക് വാക്ക് നമ്മള് കുടിക്കുമോ നിനക്ക് തോന്നണം? ചെറിയ അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? അളിയന് സംശയമുണ്ട്. എനിക്ക് വിശ്വാസമില്ല. അതാണ്ട് കുപ്പി നോക്ക്. അളിയനോട് ഒരു ഗ്ലാസ് കൊടുക്ക. വിശ്വാസം വരുന്നില്ല. വിശ്വാസം വരും. ഹാപ്പി ന്യൂ ഇയർ. അണ്ണാ കുടിച്ചോ. ധൈര്യമായിട്ട് കുടി. ഇത് ആൽക്കഹോളിന്റെ മണം. ആൽക്കഹോളിന്റെ ഇത് ഇന്ന് വരെ കുടിച്ചിട്ടില്ലെന്ന് പറയുന്ന ആൽക്കഹോളിന്റെ മണമെന്നും പറയും.
ഓണാ കയ്പും മധുരവും അയ്യോ, എന്തോന്നിത്? എന്റെ അളിയാ, അതാണ് കോളയുടെ ടേസ്റ്റ്. വല്ലപ്പോഴും കോളയെങ്കിലും വാങ്ങിച്ചു കുടിക്കണ വളിയാ. ആ. ഇപ്പോഴത്തെ കോള ഈ ടേസ്റ്റാ. പറ്റിച്ചിരിക്കുന്നു എന്തെല്ലാം പറഞ്ഞേക്കണ്? കണ്ടല്ല എന്നാലും ഒരു ചവർപ്പം. ഒന്നുകൂടെ വേണോ? ചവയ്ക്കണ വേണ്ട, ഒരു നെഗറ്റീവ് പറഞ്ഞു കേട്ടോ. ഒരു ചെറുകൂടെ. കോളയുടെ ഗ്യാസ്. ഞാനും പേടിച്ചു കേട്ടോ സത്യത്തില്. നിങ്ങൾ ഇങ്ങനെ കാണിച്ചപ്പോഴേ അളിയൊരു മണം പോലെ തോന്നിയില്ലേ? അത് ഇതിന്റെ ഒരു ഫ്ലേവറാ. എന്തെങ്കിലും ആവും. എന്നാലും കുറച്ച് കൂടിപ്പോയി മണിക്കൂട്ടാ. ഞങ്ങൾ പോട്ടാ. ഹാപ്പി അപ്പൊ ഇനി കുടിക്കത്തില്ലല്ലോ. ഇടി എന്നേ കൂടി നിർത്തി ഇവിടെ. തലയത്തോട് സത്യം ചെയ്യും. എന്നാ എന്റെ തല പൊട്ടിത്തെറിക്കരുത്. എന്തിന് മടിയായിരിക്കും സത്യം ചെയ്യും. കൈ കാണിച്ചു. എടി, മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേനെ. കണ്ടോ? വിടർന്ന് മണി നമ്മളിവിടെ കുടിയൊക്കെ നിർത്തി, പക്ഷെ പലരും വിടർന്ന്. നോക്ക് എന്തോന്ന് എനിക്ക് നമുക്കറിഞ്ഞൂടാ. നോക്ക് രവിയേട്ടൻ കുടിയന്മാരെ പുച്ചോന്നോ എന്താണോ നമുക്കറിഞ്ഞൂടെ. എന്തൊക്കെയായിരുന്നു അളിയൻ പറഞ്ഞത്? നമുക്ക് നോക്കാം. അച്ഛാ അണ്ണാ ഇത് എന്താണ് ഇത്? എടി നല്ല മൂട് പാടട്ടെ. മണിയില്ല ഇവിടെ. മണിക്കുട്ടി ഉണ്ടല്ലോ, ഇല്ലാത്ത ആദ്യത്തെ ന്യൂ ഇയർ ആണ് എനിക്ക് കല്യാണത്തിന് ശേഷം. മോളെ റിങ്കി. റിങ്കി ഇതാ ഇവിടെ. റിങ്കി പിങ്കി പിങ്കി മണി ചിന്നു. രാമൻ പാവാടി, അവന് നിന്റെ സ്നേഹമാ. ഇത്ര നേരം അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അളിയാ അളിയാ രാമ എന്തോ അറിയാമോ, എന്ത് പറ്റിയ എന്റെ മണിക്കുട്ടി ഇല്ലാത്ത ആദ്യത്തെ ന്യൂ ഇയർ അളിയായത്. അവള് പുതിയതായി പോയി. ചിരി പോലെ അളിയേ ഇത് എത്ര? 1 8. അളിയാ എന്റെ വിഷമം നിങ്ങൾക്ക് അറിഞ്ഞൂടാ. മോളെ അമ്മ കല്യാണത്തിന് ശേഷം ഇന്ന് വരെ ന്യൂ ഇയറിന് അവൾ എന്റെ കൂടെ ഇല്ലാതെ മോഡ് സെന്റി മോഡ്. എടി ഇത് മണിക്കുട്ടനല്ലേ നിനക്ക് വിശ്വാസം? രാമനുണ്ണി ഒരു കള്ളനാണ്. സ്രാവ് പഠിച്ചു. ജീവിതത്തിൽ ഇതുവരെ മദ്യപിച്ചിട്ടില്ല എന്ന് പറഞ്ഞ അളിയനാ. നേരത്തെയൊക്കെ ഇഷ്ടപോലെ കുപ്പിക്കാണെങ്കിൽ അടിച്ച കണ്ടീഷനാ. ഫ്രീ ആയിട്ട് കിട്ടിയിട്ട് അടിച്ചില്ല. ചുമ്മാ കള്ളം പറയും. മോളെ ഞാൻ കുടിച്ചില്ല. കുടിച്ചില്ലേ? എന്തോന്നത്? പിന്നെ എന്തോന്നിങ്ങനെ? ആരും ഇഞ്ചക്ഷനായിട്ട് കൊടുത്തേണത്. അളിയ എനിക്ക് കോള തന്നില്ലേ? കുറച്ചുകൂടി ഉണ്ടോ? കണ്ടോ? അതെ ഞാൻ കുടിച്ചു. അണ്ണൻ ഇത് പരിചയമില്ലാത്ത കോള ഒരു ടച്ച് അല്ല, അത് മിക്സ് ആണ്. ഇത് വല്ല മീൻകറിയെല്ലാം എടുത്തോണ്ട് കഴിക്കാൻ നിങ്ങള്. ഞാൻ കുടിച്ചില്ല. എന്റെ അളിയാ ഒന്നും പറയണ്ട മക്കളെ. അച്ഛനൊരു വ്യത്യാസം വന്നിട്ടില്ലേ? ഭയങ്കരമായിട്ട് കഴിച്ചതിന്റെ ഒരു എഫക്ട് വന്നില്ലേ? കണ്ടോ? ഇല്ല മോളെ. വാട്ടർ സാധനം നേരത്തെ കഴിക്കുന്ന സാധനം. അറിയാ അനാവശ്യം പറയല്ല. കണ്ണാവശ്യം പറയില്ലെന്ന്. കണ്ണാവശ്യം എന്റെ ചിന്നു, എന്റെ ചിന്നുവിനെ പൊന്നു പോലെ നോക്കണം. അതവിടെ കേട്ടെ. അതിപ്പോ ഈ ചിന്നു ഇതേ ഈ ചിലർ പിന്നെ ഈ ന്യൂ ഇയറിന് ചിലര് പറയും നാളെ മുതൽ ഞാൻ കുടി നിർത്തും പുതുവർഷത്തെ ഞാൻ കുടിക്കത്തില്ലെന്നൊക്കെ പറയും. അത് നമ്മള് ചിലര് നാളെ അവിടെ കുടി ഉറക്കി അല്ലടാ കുഞ്ഞല്ലേ. അല്ല അങ്ങനെ പറയുന്ന ചില തീരുമാനങ്ങൾ എടുക്കുന്ന ചിലരുണ്ട്. അതിന്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ കുടി നിർത്താനാണെങ്കിലും ഏത് കാര്യത്തിനാണെങ്കിലും അങ്ങനെ ന്യൂ ഇയറിന് നിർത്തണമെന്നില്ല. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാല് അത് ഏത് ദിവസം വേണമെങ്കിലും നിർത്താം. അളിയാ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.